Hi students, welcome to Competitive Cracker. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് വന്നിട്ടുള്ളത് സെറ്റ് കൊമേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്നുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് അറിയാം എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് അറിയാം. അവർ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പരീക്ഷയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിലൊരു ക്ലാരിറ്റി വരുത്തണം, പലർക്കും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ക്ലിയർ ആക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിചാരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അക്കൗണ്ടിങ് കൺസെപ്റ്റ് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നൊന്ന് ആദ്യം പറഞ്ഞു പോവാം. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആർ ദ ഫണ്ടമെന്റൽ ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ് ദാറ്റ് ഹെൽപ്പ് റെക്കോർഡ് ആൻഡ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സോ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഐഡിയാസ് ആണ്, പ്രിൻസിപ്പിൾസ് ആണ്, അതുപോലെ തന്നെ അസംഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു റെക്കോർഡ് ആൻഡ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു ബിസിനസിന്റെ അകത്ത് നടക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ റെക്കോർഡ് ചെയ്യാൻ, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് റെക്കോർഡ് ചെയ്യാൻ, എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ചില ഐഡിയാസ് ഉണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില അസംഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആ ബിസിനസ്സിന് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ രേഖപ്പെടുത്തി വെക്കലാണ് ഈ അക്കൗണ്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് രേഖപ്പെടുത്തി വെക്കാനായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? അത് രേഖപ്പെടുത്തി വെക്കുമ്പോൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ രേഖകൾ രേഖപ്പെടുത്തി വെക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഏത് അക്കൗണ്ട്സ് ആയിക്കോട്ടെ, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ ഈ കൺസെപ്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ട് വേണം അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടതാണ്, ഫണ്ടമെന്റൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ദീസ് കൺസെപ്റ്റ്സ് ആർ യൂസ്ഡ് ബൈ അക്കൗണ്ടൻസ്. ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്? അക്കൗണ്ടൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അക്കൗണ്ടൻസ് ആണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവരാണ് ഈ കൺസെപ്റ്റുകൾ പഠിച്ചു വെക്കേണ്ടതും അത് അപ്ലൈ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കൺസെപ്റ്റുകളെ ബേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസെപ്റ്റുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നോക്കാം ഏതൊക്കെയാണ് ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്യൂറൽ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ. നമുക്ക് ഇനി ഓരോ കൺസെപ്റ്റുകൾ എന്താണെന്ന് വിശദമായിട്ട് പഠിക്കും. കാരണം നിങ്ങളെല്ലാവരും ഇത് എക്സാമിനും പലയിടങ്ങളായിരിക്കും, +1-ലും +2-ലും ഡിഗ്രിയിലും ഒക്കെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലർക്ക് അത് അറിയാം, ചിലർക്ക് എല്ലാം അറിയാം, ചിലർക്ക് കുറച്ച് മാത്രമേ അറിയുണ്ടാവുള്ളൂ. സോ നമുക്ക് എല്ലാം വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ കൺസെപ്റ്റ് തന്നെ എടുത്ത് നോക്കാം. ഒന്നാമത്തെ കൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. എന്താ ഇത് പറയുന്നത് നോക്കാം. ഇഫ് ദ പ്രൊപ്രൈറ്ററി ഓഫ് എ സ്മോൾ ഫേം ബൈസ് എ പേഴ്സണൽ ലാപ്ടോപ്പ്. ഇത് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് പേഴ്സൺസ് ആണ്. ഇവിടെ നോക്കിയേ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയും, സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും പറയും. അതായത് രണ്ടും രണ്ട് വ്യക്തികളാണ്. നിയമത്തിന്റെ മുന്നിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓണറും കമ്പനിയും വേറെ വേറെ ആൾക്കാരായിട്ടാണ് നിയമത്തിന്റെ മുന്നിലുള്ളത്. സോ ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന്റെ ചെലവുകളും ബിസിനസ്സിന്റെ ഓണറിന്റെ ചെലവുകളും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഒരു ഓണർ ഒരു കാറ് വാങ്ങിയെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ബിസിനസ്സിന്റെ ചെലവിലേക്ക് ഉൾപ്പെടുത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് ഓണറിന്റെ അക്കൗണ്ടിലും വരില്ല, അത് ബിസിനസ്സിന്റെ ചെലവായിട്ടാണ് എടുക്കുക. അങ്ങനെ ബിസിനസ് ഓണറും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഇവിടെ നോക്കാം. ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് എ സ്മാൾ ബിസിനസ് ഫേം ബൈസ് എ പേഴ്സണൽ ലാപ്ടോപ്പ്. ഒരു ഓണർ അയാൾക്ക് വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങിയെങ്കിൽ ദ ഫേം എൻറ്റിറ്റി കൺസെപ്റ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് ദിസ് പേഴ്സണൽ സ്പെൻഡിങ് ഈസ് നോട്ട്
റിപ്പോർട്ടഡ് ഇൻ ദ കമ്പനീസ് ഫിനാൻസ് റെക്കോർഡ്. അപ്പോൾ ആ വ്യക്തി വാങ്ങിയ ആ ചെലവ് ഒരിക്കലും കമ്പനിയുടെ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കില്ല, അതൊരിക്കലും കമ്പനിയുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർ രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് എൻറ്റിറ്റീസ് ആയതുകൊണ്ട്. സോ ദർ ഇസ് എ ക്ലിയർ ബൗണ്ടറി ബിറ്റ്വീൻ പേഴ്സണൽ ആൻഡ് ബിസിനസ് ഓപ്പറേഷൻ. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ഓണറിന് ഒരു എൻറ്റിറ്റിയും ബിസിനസ്സിന് വേറെ എൻറ്റിറ്റിയും ആണെന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഈ കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ട്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും ഓണറിന്റെ എൻറ്റിറ്റിയും ബിസിനസിന്റെ എൻറ്റിറ്റിയും ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അതായത് ബിസിനസ് എപ്പോഴും ലോങ് ടേമിലേക്കാണ് പ്ലാൻ ചെയ്യുക. കാരണം ബിസിനസ് രൂപീകരിക്കുമ്പോൾ തന്നെ ബിസിനസ് വളരെ കാലം, വളരെ ലോങ് പീരീഡിലേക്ക് നിലനിൽക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ബിസിനസ്സിനെ രൂപീകരിക്കുന്നത്. ഇപ്പോൾ ബിസിനസിന്റെ ഓണർ മരണപ്പെട്ടാലും അല്ലെങ്കിൽ മാറിയാലും എന്തുണ്ടാവില്ല, ബിസിനസ്സിന് മാറ്റം ഉണ്ടാവില്ല, ബിസിനസ്സിന് മരണം ഉണ്ടാവില്ല, ബിസിനസ് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വ്യക്തികളുടെ മാറ്റമോ വ്യക്തികളുടെ മരണമോ റിട്ടയർമെന്റോ ഒന്നും തന്നെ ബിസിനസിന്റെ ലൈഫ് ടൈമിനെ, ബിസിനസിന്റെ പോക്കിനെ ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഇവിടെ നോക്കാം. ഇൻ ദ കേസ് ഓഫ് ദ കൺസെപ്റ്റ്, വെൻ വാല്യൂയിങ് ഇറ്റ്സ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ഓൺ ദ ബാലൻസ് ഷീറ്റ്, ദ മാനുഫാക്ചറിംഗ് ഫേം എക്സ്പെക്ട്സ് ഇറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ എ ലെങ്തി പീരീഡ് ഓഫ് ടൈം. വളരെ ലോങ് പീരീഡിലേക്ക് ഇത് യൂസ് ചെയ്യും. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് നോഷൻ ദാറ്റ് ദ ബിസിനസ് വുഡ് കണ്ടിന്യൂ ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി. ഇൻഡെഫിനിറ്റ് ആയിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ളതാണ് മനുഷ്യരുടെയൊക്കെ ലൈഫ് എങ്കിൽ ബിസിനസ് എപ്പോഴും ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് അക്യൂറൽ കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു ഡിസംബറിൽ ബിസിനസ്, അതായത് ഒരു ഇവിടെ നോക്കാം, അക്യൂറൽ കൺസെപ്റ്റ് യൂസ് ബൈ ദ കൺസൾട്ടിങ് ബിസിനസ് ദാറ്റ് പ്രൊവൈഡ് സർവീസസ്. ഒരു കൺസൾട്ടിങ് ബിസിനസ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അവർ സർവീസ് പ്രൊവൈഡ് ചെയ്തത് ഡിസംബറിലാണ്. ഓക്കെ, അവർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തത് ഡിസംബറിലാണ്, പക്ഷെ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത് ജനുവരിയിലാണ്. അപ്പോൾ രണ്ട് ഡേറ്റ് വന്നു. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റ ഡേറ്റ്, അതിൻ്റെ പൈസ കിട്ടിയ ഡേറ്റ്. അപ്പോൾ ഈ ഇതിൽ ഏത് ഡേറ്റിൽ വേണം നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ നമ്മുടെ എൻട്രി ചേർക്കാനായിട്ട്, പൈസ കിട്ടിയതായിട്ട് ചേർക്കാനായിട്ട് എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് അക്യൂറൽ കൺസെപ്റ്റ് വരുന്നത്. ദ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഡിസംബർ. അതായത് എപ്പോഴാണോ വിൽപ്പന നടക്കുന്നത്, എപ്പോഴാണോ സെയിൽസ് നടക്കുന്നത്, ആ ഒരു പോയിന്റ് ആണ് എന്ത്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസിന്റെ അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. റവന്യൂ വന്നു എന്ന് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ്, സർവീസ് ഡെലിവേർഡ് റിഗാർഡ്ലെസ് ഇൻ ദ ആക്ച്വൽ ക്യാഷ് റിസീവ്. ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്തല്ല റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എപ്പോഴാണോ അത് സെയിൽ നടക്കുന്നത് ആ പോയിന്റിലാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് അക്യൂറൽ കൺസെപ്റ്റ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനെ എപ്പോഴെപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, മണി ഈസ് എന്താണ്, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് സെൽ, നോട്ട് ദ ഡേറ്റ് വെൻ ദ ക്യാഷ് റിസീവ്. ക്യാഷ് റിസീവ് ചെയ്യുന്ന ഡേറ്റിലല്ല, മറിച്ച് സെയിൽസ് നടക്കുന്ന ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അടുത്തൊരു കൺസെപ്റ്റ് നോക്കാം. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, ബിസിനസിന്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ മീഡിയം എന്ന് പറയുന്നത് മണിയാണ്. പൈസയുടെ അടിസ്ഥാനത്തിലാണ് ബിസിനസിന്റെ അകത്തുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം. അപ്പോൾ ബിസിനസിന്റെ അക്കൗണ്ടിങ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത് എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും, മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും. ഇവിടെ നോക്കിയേ, മോണിറ്ററി ടേംസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാം രേഖപ്പെടുത്തി വരുന്നത്. ഓൺലി ട്രാൻസാക്ഷൻ വിത്ത് ക്വാണ്ടിഫയബിൾ മോണിറ്ററി വർത്ത് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ, കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ്, ഓൺലി ട്രാൻസാക്ഷൻ വിത്ത് ക്വാണ്ടിഫയബിൾ മോണിറ്ററി വർത്ത് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അളക്കാൻ സാധിക്കുന്ന, മോണിറ്ററി ടേംസിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന, മോണിറ്ററി മണി വാല്യൂ കൊടുക്കാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വെക്കാനായിട്ട് പറ്റും. ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെക്കാൻ പറ്റും. പക്ഷെ ആ എംപ്ലോയിയുടെ ലോയൽറ്റി, കമ്പനിയോടുള്ള ലോയൽറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. കാരണം അതെന്താണ്, അത് ക്വാണ്ടിഫയബിൾ അല്ല. അതുകൊണ്ട് ഓക്കെ, മോണിറ്ററി ടേംസിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനും സാധിക്കില്ല. സോ ഇതാണ്
നമ്മുടെ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി മെഷർമെന്റ്. അടുത്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു നിശ്ചിതമായിട്ടുള്ള കാലാവധി തീരുമാനിച്ചിരിക്കും. ചിലപ്പോൾ അത് 3 മാസം ആകാം, അല്ലെങ്കിൽ 6 മാസം ആകാം, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ 1 കൊല്ലം ആവാം. അങ്ങനെ ഒരു അക്കൗണ്ടിങ് പീരീഡ് കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ചെയ്യണം എന്ന് പറയുകയാണ് എന്ത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോളോ ദ അക്കൗണ്ടിങ് പീരീഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോളോ ദ അക്കൗണ്ടിങ് പീരീഡ് ഫോളോ ചെയ്യണം. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ടൈമിലി എന്താണ് ഇൻസൈറ്റ് കൊടുക്കണം. നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൃത്യസമയത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് ഷെയർ ഹോൾഡേഴ്സ് ആവാം, നമ്മുടെ ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പൈസ തന്നിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ആവാം, ബാങ്കുകളാവാം. ഇവർക്കൊക്കെ കൃത്യമായ സമയത്ത് നമ്മുടെ പെർഫോമൻസ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നിശ്ചിതമായിട്ടുള്ള ഒരു പീരീഡ് നിശ്ചയിക്കുകയും ആ പീരീഡിനുള്ളിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ രേഖപ്പെടുത്തി റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു നിയമം വെച്ചിട്ടുള്ളത്. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്. ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ അക്യൂറേറ്റ് കൺസെപ്റ്റിന് സിമിലർ ആണ്. എന്താണ് റവന്യൂ എപ്പോഴാണ് റിയലൈസ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, യൂസ് ദ റവന്യൂ റിയലൈസ് കൺസെപ്റ്റ് കറസ്പോണ്ടിങ് ടു കംപ്ലീറ്റ് ഓഫ് ദ റവന്യൂ generating process. The software firm recognize the revenue if a consumer purchase the software license. ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് വെൻ ദ പേയ്മെന്റ് ഈസ് മെയ്ഡ്. പേയ്മെന്റ് എപ്പോൾ വേണമെങ്കിലും പേയ്മെന്റ് നടത്തിക്കോട്ടെ, പക്ഷേ സെയിൽ എപ്പോഴാണ് നടക്കുന്നത് അപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അടുത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങാണ്, കമ്പനി ഒരു മെഷീനറി വാങ്ങാണ്, ആ മെഷീനറിയുടെ പർച്ചേസിങ് പ്രൈസ് എത്രയാണ്, അതാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇവിടെ നോക്കാം, കോർപ്പറേറ്റ് ബൈ ബിൽഡിംഗ് ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് റിക്വയർഡ് ദ അസറ്റ് ടു ബി റെക്കോർഡഡ് ആസ് ഇറ്റ് ഒറിജിനൽ പർച്ചേസ് പ്രൈസ്. കണ്ടില്ലേ, നമ്മൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ അസറ്റുകൾ ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ കമ്പനി എത്ര രൂപയ്ക്കാണ് അത് പർച്ചേസ് ചെയ്യുന്നത് ആ പ്രൈസ് വേണം രേഖപ്പെടുത്തി വെക്കാനായിട്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും അതെന്താണ്, ആ പ്രൈസ് തന്നെ വെക്കണം. അതിൽ നിന്ന് മാറി വരുന്ന മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം ഇതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളെപ്പോഴാണ് പർച്ചേസ് ചെയ്ത സമയത്ത് എന്താണ് വില, ആ വിലയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. ഇനി അടുത്താണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ കമ്പനിയുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും ഹൈഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. നെസസറി ഇൻഫർമേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദോസ് ഹൂ ആർ റീഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യുന്ന ആൾക്കാർ? ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഫോർ ഇൻവെസ്റ്റ്മെന്റ് ടാക്സേഷൻ. ഏതൊക്കെ പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുക? ഇൻവെസ്റ്റ്മെന്റ്, ടാക്സേഷൻ, ഓഡിറ്റ് പർപ്പസുകൾക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നത് സഹായിക്കും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടാക്സേഷൻ ആയാലും ഓഡിറ്റ് ആയാലും ഇതൊക്കെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ മറച്ചു വെക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഇൻകം മറച്ചു വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചെലവുകൾ മറച്ചു വെക്കാനായിട്ട് പാടില്ല. റവന്യൂ മറച്ചു വെക്കാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എന്തുണ്ടാവും, ഈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ടാക്സേഷന്റെ സമയത്തും എല്ലാം നിയമപ്രശ്നങ്ങൾക്ക് കാരണമാവും. സോ ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ്. ഇത് ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻസ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന്, ക്ലയൻസിന്, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാം ബിസിനസ്സിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകാനായിട്ട് ഈ ഒരു കൺസെപ്റ്റ് സഹായിക്കും. ഇനി അടുത്ത കൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഇത് വളരെയധികം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പരീക്ഷയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നുള്ളത്. അതായത് ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അകത്ത് നടക്കുന്ന ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടാവും. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഡെബിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ട്രാൻസാക്ഷനിൽ 2 പേരുണ്ടാവും. നമ്മൾ ഡുവൽ
ഡുവൽ എൻട്രി ക്രെഡിറ്റ് ഡെബിറ്റ് എൻട്രീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നമ്മുടെ ലെഡ്ജർ തന്നെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാണാം അല്ലെ, ഒരു എൻട്രി എഴുതുമ്പോൾ ഇന്ന അക്കൗണ്ട് ഡെറ്റർ ടു ഇന്ന അക്കൗണ്ട് അല്ലെ, ഒരെണ്ണം ഡെബിറ്റും ആണ് ഒരെണ്ണം ക്രെഡിറ്റും ആണ്. സോ അങ്ങനെ ആ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കാം. സേ ദാറ്റ് എവറി ട്രാൻസാക്ഷൻ അഫക്ട് 2 accounts ഓഫ് എ ബിസിനസ്. എല്ലാ ട്രാൻസാക്ഷനും 2 അക്കൗണ്ട്സിനെ ബാധിക്കും എന്നാണ് പറയുന്നത് ഈ കൺസെപ്റ്റ്. എ ബിസിനസ് ദെൻ റെക്കോർഡ് ബോത്ത് ആസ്പെക്ട് ടു എനേബിൾ ആക്യുറേറ്റ് അക്കൗണ്ടിങ്. ആക്യുറേറ്റ് അക്കൗണ്ടിങ് കിട്ടണമെങ്കിൽ ഈ 2 അക്കൗണ്ടുകളെയും ബിസിനസ് കൺസിഡർ ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഹാസ് എ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഓർ എ ഗിവൺ ഓർ റിസീവർ അല്ലെ. എല്ലാ ട്രാൻസാക്ഷനിലും ഒരു ക്രെഡിറ്റർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡെബിറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗിവർ ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഉണ്ടായിരിക്കും, 2 എൻഡിൽ. ഓക്കെ, ഇവ അക്കൗണ്ടിങ് പ്രോസസ് ഡസ് നോട്ട് റെപ്രസെന്റ് ബോത്ത് ഇറ്റ് മേ ലീഡ് ടു ഫോൾട്ട് ഇൻ ദ ഫൈനൽ അക്കൗണ്ട്. ഇങ്ങനെ 2 ഭാഗങ്ങളില്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടിൽ തെറ്റുകൾ സംഭവിക്കാം, അത് ടാലി ആവാതെ വരാം. ദ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ്, അതുപോലെ തന്നെ എല്ലാ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനും ടാക്സേഷൻ സ്റ്റാൻഡേർഡ്സിനും ബുക്ക് കീപ്പിങ്ങിനും ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡബിൾ എൻട്രി ചെയ്യേണ്ടത്, ബുക്ക് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, ഇപ്പോൾ ഒരു ബിസിനസ്സിന് 100 കോടിയാണ് അതിൻ്റെ ആസ്തി. അപ്പോൾ അവിടെ വരുന്ന ചെറിയ ചെറിയ ചെലവുകൾ, പെറ്റി ആയിട്ടുള്ള ചെലവുകളൊക്കെ എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് ആ വലിയ ബിസിനസ് സ്ഥാപനത്തിന് സാധിക്കും. നേരെ മറിച്ച് ഒരു ചെറിയ ബിസിനസ് സ്ഥാപനമാണ്, 1 ലക്ഷം രൂപ മാത്രമുള്ള ബിസിനസ് സ്ഥാപനമാണ്, അവിടെ 100 രൂപയുടെ ചെലവ് എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ചിലവായിരിക്കും. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാവാനും പാടില്ല. സോ ഇവിടെ പറയുന്നത് എന്താ, ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെയാണ് ഇവിടെ മെറ്റീരിയൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ബിസിനസ്മാൻ അയാൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് മേ റിമൂവ് നെഗ്ലിജിബിൾ ട്രാൻസാക്ഷൻ ദാറ്റ് മേ നോട്ട് ഹാവ് ദ ബിയറിംഗ് ഓഫ് എ ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ടിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒഴിവാക്കാനായിട്ട് സാധിക്കും, അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താതിരിക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെയാണ് നമ്മൾ പെറ്റി എക്സ്പെൻസസ്, പെറ്റി ക്യാഷ് ബുക്ക് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അലൗഡ് ആണ്. പക്ഷേ നമ്മുടെ വലിയ വലിയ എക്സ്പെൻസുകൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വിട്ട് നമ്മുടെ ബുക്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനാണ് മെറ്റീരിയൽസ്. ആ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താതെ വിടാം. പക്ഷേ അത് വലിയ മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും രേഖപ്പെടുത്തിയേ മതിയാവുള്ളൂ. ദിസ് കൺസെപ്റ്റ് ഈസ് ഓപ്പൺ ടു സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ദ ബേസിസ് ഓഫ് യുവർ യൂസിങ് ഓഫ് ദ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് വെരീസ് വിത്ത് ദ സൈസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ സൈസിനനുസരിച്ച് നമ്മുടെ ഈ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിലെ അപ്ലിക്കേഷനിൽ മാറ്റങ്ങളുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ ക്യാപിറ്റൽ ആണെങ്കിൽ അവരുടെ നെഗ്ലിജിബിൾ എമൗണ്ടും ചെറിയ കമ്പനികളാണെങ്കിൽ അവരുടെ നെഗ്ലിജിബിൾ എമൗണ്ടും വ്യത്യസ്തമാണ്. പിന്നെന്താണ്, വൈൽ ദ ലാർജ് കമ്പനി മേ റൗണ്ട് ഓഫ് ഫിഗേഴ്സ് ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് to crores, a small firm may round off their figures to lakhs. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ് പ്രകാരം ഒരു മെറ്റീരിയൽ, ഫിനാൻഷ്യൽ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കാനായിട്ട് പാടില്ല. പക്ഷേ ഈ മെറ്റീരിയൽ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചിലവുകൾ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് അക്കൗണ്ട്സിൽ കൺസെപ്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ട് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ CCയിലെ സെറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സിനെ പറ്റിയാണ്. ആ കോഴ്സിൻ്റെ പേരാണ് സെറ്റ് അസ്ത്ര 3.0 എന്നുള്ളത്. നമുക്കറിയാം സെറ്റ് എക്സാം ഇനി ജൂലൈ മാസത്തിൽ വരുമ്പോൾ നമ്മുടെ മാറി വരുന്ന സെറ്റ് എക്സാമിൻ്റെ പാറ്റേണിനനുസരിച്ച് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സെറ്റ് അസ്ത്ര 3.0 എന്ന് പറയുന്നത്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൂടാതെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെഗുലർ ആയിട്ടുള്ള എക്സാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം
അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കി അറിയാം, നമ്മൾ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോഴ്സാണ് സെറ്റ് ആസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ 3.0 വേർഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പർ 9746455514 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നമ്മുടെ സെറ്റുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത് അത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ആ ടോപ്പിക്കുമായി വീഡിയോസുമായിട്ട് നമ്മൾ ഭാവിയിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു അവസരം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം, പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ എല്ലാവരും പഠനം തുടരുക. താങ്ക് യു.